ഹായ് എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം, ഒരു വ്യക്തിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 ഹെഡ്സ് ഓഫ് ഇൻകം കൂടുന്നതാണെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡായിട്ടുള്ള സാലറി ഹെഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ തേർഡ് മൊഡ്യൂൾ, ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് എ സെക്കൻഡ് ഹെഡ് ഓഫ് ഇൻകം ആഫ്റ്റർ സാലറി. സാലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹെഡാണ് ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ നമ്മൾ നമ്മുടെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് കാണാൻ പോണേ. മൊഡ്യൂൾ 3, ഇൻകം അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി. സോ ബിഫോർ ഗോയിങ് ടു ദ എസൻസ് ഓഫ് ദ മൊഡ്യൂൾ, ഫസ്റ്റ് ഐ ഇൻട്രൊഡ്യൂസ് ദ സിലബസ് ടു യു. In this portion or in this chapter, you are going to study what is income from house property, annual value of house property, computation of annual value under different circumstances, and deduction from annual value. These are the topics to be covered under this module. So first, what is annual value or what is income under house property? In every in salary head there is some chargeability of tax. That is, in order to make an income taxable under the head salary, the relationship that exists between the payer and receiver of income must be that of employer and employee, and all the incomes which comes under this relationship is only included under salary head, and all other incomes or any income received other than from employer is not taxable under salary head. So there is a filtration. സാലറി ഹെഡിൽ നമ്മൾ പറഞ്ഞ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്നത് മാത്രമേ സാലറി ഹെഡിൽ എടുക്കാവൂ. അതല്ലാതെ കിട്ടുന്ന എല്ലാം നമ്മൾ എന്താ ചെയ്തേ, റിജക്റ്റ് ചെയ്തു, വേറെ ഏതെങ്കിലും ഹെഡിലോ അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിലോ ടാക്സബിൾ ആക്കി. അപ്പം അതേപോലെ സെക്കൻഡ് ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കും ഒരു ഫിൽട്രേഷനുണ്ട്. എല്ലാ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ലെങ്കിൽ എല്ലാ റെൻ്റൽ വാല്യൂസും നമുക്കിവിടെ ടാക്സബിൾ ആക്കാൻ പറ്റില്ല. ഏത് ഇൻകമാണ് ഇവിടെ ചാർജബിലിറ്റി വരണേ എന്നുള്ളത് നമുക്ക് നോക്കാം. The annual value of a house property consisting of building and land appurtenant thereto, of which he is the owner, whether let out or self-occupied, and which is not used by him for his own business or profession, is taxable under this head. ഈ ഒരൊറ്റ പാരഗ്രാഫിൽ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്ലീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ടാക്സബിൾ ആവണത് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പേർട്ടനൻറ്റ് ദെയർടു, ഒരു ബിൽഡിങ്ങും അതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പും അടങ്ങുന്നതിനെയാണ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുക. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂവിനാണ് ഈ ഹെഡിങ്ങിൽ ടാക്സ് കൊടുക്കേണ്ടത്. ഇനി ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത, അസസി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. അത് ലെറ്റ് ഔട്ട് ചെയ്താവാം, വാടകയ്ക്ക് കൊടുത്തതാവാം, അല്ലെങ്കിൽ സ്വയം താമസിക്കുന്നതാവാം, സെൽഫ് ഒക്യുപ്പൈഡ് ആവാം. വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ബൈ ഹിം ഫോർ ഹിസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. എന്തിനു വേണ്ടി ആവരുത്, ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആവരുത്. ഇതാണ് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൻ്റെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സം ഓഫ് ദ ബേസിക് ടേംസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി നോട്ടഡ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ചില വേർഡുകളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ബിൽഡിംഗ്. എന്താണ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് മീൻസ് എനി സ്ട്രക്ചർ ഹാവിങ് വാൾസ് ആൻഡ് റൂഫ് ബട്ട് യൂസബിൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഹൗസ്, ഷോപ്പ്, ഗോഡൗൺ, ഫാക്ടറി ഷെഡ്, ഫ്ലാറ്റ്സ് എക്സെട്ര. എനി സ്ട്രക്ചർ, എന്തൊരു സ്ട്രക്ചർ ആവാം, വുഡൻ സ്ട്രക്ചർ ആവാം, ടെമ്പററി സ്ട്രക്ചർ ആവാം, ബട്ട് വിത്ത് എ വാൾ ആൻഡ് എ റൂഫ്. ഒരു ചുമരുകളും എന്തുണ്ടായാൽ മതി, മേൽക്കൂര ഉണ്ടായാൽ മതി. നമുക്കതിനെ എന്തെന്ന് വിളിക്കാം, ബിൽഡിംഗ് എന്ന് വിളിക്കാം. ദ സെക്കൻഡ് വൺ ഈസ് ലാൻഡ് അപ്പേർട്ടനൻറ്റ് ദെയർടു. ഹൗസ് പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പേർട്ടനൻറ്റ് ദെയർടു എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ലാൻഡ് അപ്പേർട്ടനൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് മീൻസ് ദ ലാൻഡ് ഓൺ വിച്ച് ദ ഹൗസ് പ്രോപ്പർട്ടി ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ്. ഏത് പറമ്പിലാണോ അല്ലെങ്കിൽ ഏത് ലാൻഡിലാണോ നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്, ആ ലാൻഡിനെ വിളിക്കുന്ന പേരാണ് appurtenant thereto എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് കാർ പാർക്കിംഗ് സ്പേസ്, പ്ലേ ഗ്രൗണ്ട്, കോമ്പൗണ്ട്, കിച്ചൺ ഗാർഡൻ, കോർട്ട്യാർഡ് എക്സെട്ര എല്ലാം പെടും. നമ്മുടെ വീടും അതിനോട് ചേർന്ന പറമ്പും
അതിനെയാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് നമുക്ക് 10 ഏക്കർ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണ്ട. ആ വീട് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഏത് ലാൻഡിലാണോ അതിനെയാണ് ലാൻഡ് അപ്പാർട്ട്മെൻറ്റ് ദർട്ടു എന്ന് പറയുന്നത്. ഓക്കെ. തേർഡ് വൺ ഈസ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. In order to make an income taxable under this head, the assessee must be the owner of the property. The owner may be either real owner or legal owner. നമ്മുടെ ഹെഡിൽ ടാക്സിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അസസി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. അസസിയുടെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം. ഈ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ റിയൽ ഓണർ ആവാം, ലീഗൽ ഓണർ ആവാം. റിയൽ ഓണർ മീൻസ് ഹൂ ഇൻവെസ്റ്റ് ഹിസ് മണി ഇൻ ടു ദ ഹൗസ് പ്രോപ്പർട്ടി. ലീഗൽ ഓണർ എന്ന് പറഞ്ഞാൽ ഹൂസ് നെയിം ദ പ്രോപ്പർട്ടി സ്റ്റാൻഡ്സ്. ആരുടെ പേരിലാണോ വീടിരിക്കണേ അതാണ് ലീഗൽ ഓണർ എന്ന് പറഞ്ഞാൽ. ആധാരം അല്ലേ, വീടിൻ്റെ ഹൗസ് പ്രോപ്പർട്ടി ഡീഡ് എന്ന് പറയണത് ആരുടെ പേരിലാണോ അതാണ് ലീഗൽ ഓണർ. ഇനി ആക്ച്വലി ആ ഹൗസ് പ്രോപ്പർട്ടി പണിയാൻ പൈസ മുടക്കി നിൽക്കുന്ന ആരാണോ അതാണ് റിയൽ ഓണർ. ഏതും ആവാം. അസസി മസ്റ്റ് ബി ദ ഓണർ. ഫോർത്ത് വൺ ഈസ് self-occupied for own residence. If an assessee has only one house under own occupation for residence, the annual value of such property is taken as nil. Suppose if the assessee has only one house, ഇപ്പോൾ എനിക്ക് നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾക്ക് ഒരേ ഒരു വീടേ ഉള്ളൂ, ആ വീട് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, നിങ്ങൾ തന്നെയാണ് അതിൽ താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ആനുവൽ വാല്യൂ ഓഫ് സച്ച് പ്രോപ്പർട്ടീസ് ടേക്കൺ ആസ് 0 ഓർ nil. ഓക്കെ, നമ്മൾ പറഞ്ഞു ആനുവൽ വാല്യൂവിനാണ് ടാക്സ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ആനുവൽ വാല്യൂ 0 ആയിട്ടാണ് എടുക്കുക. നോ ടാക്സ് ഈസ് പേയബിൾ. നെക്സ്റ്റ്, ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. If the house property or a portion of the property is used by the assessee for his own business or profession, the annual value of such property is not taxable under income from house property. നമ്മുടെ ഒരു വീട് മൊത്തമായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഭാഗമോ സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഭാഗം, ആ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം എന്താണ്, നോട്ട് ടാക്സബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് ബട്ട് അണ്ടർ എനി അതർ ബിസിനസ് ഹെഡിലായിരിക്കും ടാക്സബിൾ ആവുക. ഓക്കെ. നെക്സ്റ്റ്, കോമ്പോസിറ്റ് റെൻറ്റ്. ഡു യു നോ വാട്ട് ഈസ് കോമ്പോസിറ്റ് റെൻറ്റ്? ഇൻ സം കേസസ് ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് എലോങ് വിത്ത് ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഫർണിച്ചർ അടക്കമായിരിക്കും. അപ്പോൾ അവിടെ റെൻറ്റ് പറയണതും ഫർണിച്ചറിന് അടക്കമുള്ള റെൻ്റായിരിക്കും ഓണർ പറയുക. In that case, the composite rent received from such letting is including the rent of the furniture and fittings. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ടാക്സബിൾ ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. ഇഫ് ദ കോമ്പോസിറ്റ് റെൻറ്റ് ഈസ് സെപ്പറബിൾ. കോമ്പോസിറ്റ് റെൻറ്റ് സെപ്പറബിൾ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഇത്രയാണ്, ഫർണിച്ചറിൻ്റെ ഇത്രയാണ്, അങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ റെൻറ്റ് ഈ ഹെഡിൽ ടാക്സബിൾ ആക്കുക, ഫർണിച്ചറിൻ്റെ റെൻറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആക്കുക. എന്നാൽ ഇഫ് ദ കോമ്പോസിറ്റ് റെൻറ്റ് ഈസ് ഇൻസെപ്പറബിൾ. എന്താ ഇൻസെപ്പറബിൾ എന്ന് പറഞ്ഞാൽ? വേർതിരിക്കാൻ പറ്റണില്ല. എത്രയാണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ, എത്രയാണ് ഫർണിച്ചറിൻ്റെ എന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദ ഹോൾ റെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. കാരണം ഇവിടെ നമുക്കൊരു ഫിൽട്രേഷൻ ഉണ്ട്, ഇന്നത് മാത്രമേ വരാവൂന്ന്. അപ്പം നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹോൾ റെൻറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതാണ് കോമ്പോസിറ്റ് റെൻറ്റ്. അടുത്തത് 2 മാർക്സ്. യു ക്യാൻ എക്സ്പെക്ട് ഇറ്റ് ഫോർ 2 മാർക്ക്. സബ്ലെറ്റിംഗ്. വാട്ട് ഡു യു മീൻ ബൈ സബ്ലെറ്റിംഗ്? കേട്ടിട്ടുണ്ടോ സബ്ലെറ്റിംഗ് എന്ന്? വെൻ ദ മെയിൻ ടെനൻറ്റ് to whom the property is actually let out by the owner lets it out fully or partially to the hired property to another person, it is called subletting. Income from subletting is not taxable under income from house property. എൻ്റെ വീട് ഞാൻ ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. വാടകയ്ക്ക് കൊടുത്തത് അയാളുടെ ഉത്തരമ വിശ്വാസത്തിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുത്തു. അയാളത് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കണം. അങ്ങനെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ അങ്ങനെ കൊടുക്കണതിനെ വിളിക്കുന്ന പേരാണ് സബ് ലെറ്റിംഗ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ആ രണ്ടാമത് വാങ്ങിയ ആളും തമ്മിൽ ഓണർ ടെനൻറ്റ് റിലേഷൻഷിപ്പ് ഇല്ല. എന്നാൽ അവിടെ സബ്ലെറ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ പ്രോപ്പർട്ടി കിരണിനാണ് കൊടുക്കണത്. എനിക്ക് കിരണിന് വളരെ വിശ്വാസമുണ്ട്. കിരണിന് ഞാനത് എൻ്റെ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു. പക്ഷേ അത് ഒരു 1000 രൂപയ്ക്കാണ് ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കണേ. കിരണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അമലിന് ആ പ്രോപ്പർട്ടി വീണ്ടും വാടകയ്ക്ക് കൊടുക്കുകയാണ്. അമലിൻ്റെ നിന്ന് 1200 രൂപയാണ് കിരൺ വാങ്ങണേ. ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു 200 രൂപ കൂടുതൽ ലാഭത്തിന് കിരൺ അമലിന് വാടകയ്ക്ക് കൊടുക്കുകയാണ്. സോ ഇവിടെ 1200 2 റെൻ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു റെൻ്റ് എന്ന് പറയണത് കിരൺ എനിക്ക് തരുന്ന 1000 രൂപ. രണ്ടാമത്തെ റെൻ്റ് എന്ന് പറയണത് അമൽ കിരണിന് കൊടുക്കുന്ന 1200 രൂപ. ഇതിലൊരെണ്ണം ലെറ്റ് ഔട്ടിന് കിട്ടുന്ന റെൻറ്റും ഒരെണ്ണം സബ്ലെറ്റിങ്ങിന് കിട്ടുന്ന റെൻറ്റും. ഏതാ ലെറ്റ് ഔട്ടിന് കിട്ടുന്ന റെൻറ്റ്? കിരണിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന 1000 രൂപ. അതെനിക്ക് എൻ്റെ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ടാക്സിബിളാണ്, ബിക്കോസ് ഐ ആം ദ ഓണർ. എന്നാൽ അമലിൻ്റെ കയ്യിൽ നിന്ന് കിരണിന് കിട്ടുന്ന 1200 രൂപ എന്ന് പറഞ്ഞാൽ അത് സബ്ലെറ്റിങ്ങിൽ നിന്ന് കിട്ടണതാണ്, ബിക്കോസ് കിരൺ ഈസ് നോട്ട് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി, ഹീ ഈസ് ഓൺലി എ ടെനൻറ്റ്. അപ്പോൾ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഡിസ്പ്യൂട്ട് അബൌട്ട് ഓണർഷിപ്പ്. If there is any dispute about the ownership of the house property, income from such house property will be taxable in the hands of the person who receives rent until the dispute is settled. ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ തർക്കങ്ങൾ നിൽക്കുകയാണ്. എ ക്ലെയിംസ് ദാറ്റ് ഹീ ഈസ് ദ ഓണർ ആൻഡ് ബി ക്ലെയിംസ് ദാറ്റ് ഹീ ഈസ് ദ ഓണർ. എ പറയണു ഈ പ്രോപ്പർട്ടി എയുടെ ആണെന്ന്, ബി പറയണു ഈ പ്രോപ്പർട്ടി ബിയുടെ ആണെന്ന്. അങ്ങനെ എയും ബിയും തമ്മിൽ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പിനെ ചൊല്ലിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആരാണ് ടാക്സ് കൊടുക്കേണ്ടത്? ഈ തർക്കം പരിഹരിക്കുന്നത് വരെ ആരാണോ റെൻറ്റ് റിസീവ് ചെയ്യുന്നത് അയാളാണ് ടാക്സ് റിയൽ ഓണറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. തർക്കം പരിഹരിച്ച് കഴിയുമ്പോൾ, ഡിസ്പ്യൂട്ട് ഓക്കെ ആയി കഴിയുമ്പോൾ ഹൂ ഈസ് ദ റിയൽ ഓണർ, അയാളാണ് ടാക്സ് അടയ്ക്കേണ്ടി വരിക. ആ തർക്കം പരിഹരിക്കുന്നത് വരെ ആരാണോ റെൻറ്റ് റിസീവ് ചെയ്യണേ അയാളാണ് എന്താണ് ടാക്സ് കൊടുക്കേണ്ടി വരിക. ദ നെക്സ്റ്റ് ഈസ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആൻഡ് ദാറ്റ് നീഡ്സ് എ ക്ലിയർ എക്സ്പ്ലനേഷൻ. ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ആനുവൽ വാല്യൂ. ഇറ്റ് ഈസ് ഫോർ ദ എമൗണ്ട് ഫോർ വിച്ച് ദ പ്രോപ്പർട്ടി മൈറ്റ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ടു ലെറ്റ് ഔട്ട് ഫ്രം ഇയർ ടു ഇയർ. ഏത് വാല്യൂവിനാണോ നമ്മുടെ വീട് എല്ലാ വർഷവും വാടകയ്ക്ക് കൊടുക്കാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണേ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂവിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും എന്താണ് ആനുവൽ വാല്യൂ, എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ദ നെക്സ്റ്റ് ഡീംഡ് ഓണർ. അവിടെ മിസ് ഒരു സ്റ്റാർ ഇട്ടുണ്ട്. ദാറ്റ് മീൻസ് തൊട്ടടുത്തായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ actually he is not the owner, but for income tax purpose he is treated as owner of the property. ഇപ്പോൾ ആക്ച്വലി അയാളല്ല ഓണർ, പക്ഷേ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് അയാളെ ഓണറായിട്ട് ഡീംഡ് നമ്മൾ കരുതണം. അങ്ങനെ വിളിക്കുന്ന ഓണറെയാണ് ഡീംഡ് ഓണർ എന്ന് പറയണേ. അപ്പോൾ ആരൊക്കെയാണ് ഡീംഡ് ഓണർ എന്നുള്ളത് നമുക്ക് കാണാം. സോ നെക്സ്റ്റ് ആരാണ് ഡീംഡ് ഓണർ എന്ന് നമുക്ക് നോക്കാം. when one property is transferred by an individual to his spouse without adequate consideration, the transferor shall be the deemed owner. ഇപ്പോൾ മിസ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി വൈഫായിട്ടുള്ള മിസ്സിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ്. തിരിച്ച് മിസ്സിൻ്റെ കയ്യിൽ നിന്ന് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും വാങ്ങാതെ എന്ന് പറഞ്ഞാൽ എന്താ? പകരമായിട്ട് പൈസയൊന്നും കൊടുക്കാതെ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിൽ മാത്രം മിസ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള ഹൗസ് പ്രോപ്പർട്ടി മിസ്സിന് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ അവിടുത്തെ എയിം എന്ന് പറയുന്നത് എന്താ? ടാക്സ് അവോയ്ഡൻസ് ആണ് അല്ലേ? അങ്ങനെ വന്നാൽ ട്രാൻസ്ഫറർ എന്ന് പറയുന്ന ഹസ്ബൻഡ് തന്നെയാണ് അതിൻ്റെ ഡീംഡ് ഓണറായിട്ട് ട്രീറ്റ് ചെയ്യുക. ആക്ച്വലി ആ പ്രോപ്പർട്ടി ഇപ്പോൾ മിസ്സിൻ്റെ പേരിലേക്ക് വന്നെങ്കിൽ പോലും അത് ട്രാൻസ്ഫർ ചെയ്ത ട്രാൻസ്ഫററാണ് ഡീംഡ് ഓണറായിട്ട് തുടരുക. ഓക്കെ. 2, ഇൻ കേസ് ഓഫ് എ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി
is converted into the common pool of Hindu undivided family, the transferor is deemed to be the owner. ഇപ്പം ഞാനൊരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പറാണെന്ന് കരുതുക. ദെൻ എൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി, എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ഞാൻ ഫാമിലിയുടെ പ്രോപ്പർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഫാമിലി ടാക്സ് കൊടുത്തോളല്ലോ. അങ്ങനെ ഫാമിലി പ്രോപ്പർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ ഡീംഡ് ഓണർ ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. ഓക്കെ. മൂന്നാമത്തെ, ഇൻ കേസ് ഓഫ് എ impartible estate of Hindu undivided family, the holder of is its owner. നമ്മുടെ ഭാഗം വെച്ച് പിരിയാത്ത ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ പാർട്ടീഷൻ ചെയ്യാത്ത എസ്റ്റേറ്റ്, അതിൻ്റെ ഓണർ ആരാണോ ആ പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കണേ അയാളായിരിക്കും അതിൻ്റെ ഡീംഡ് ഓണർ. അടുത്തതൊരു മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ കമ്പനി ടു ഹോം എ ഹൗസ് ഈസ് അലോട്ടഡ് അണ്ടർ എ ഹൗസ് ബിൽഡിംഗ് സ്കീം. ഒരു ഹൗസ് ബിൽഡിംഗ് സ്കീം പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർക്ക് ഒരു വീട് പണിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പറായിരിക്കും അതിൻ്റെ ഡീംഡ് ഓണർ. ദ ലാസ്റ്റ് വൺ, ഇഫ് എ ഹൗസ് പ്രോപ്പർട്ടി ഈസ് അക്വയർഡ് ബൈ ദ പവർ ഓഫ് അറ്റോർണി. ഒരു പവർ ഓഫ് അറ്റോർണിയുടെ പേരിലാണ് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒരാൾ കൈവശം വച്ചേക്കണമെന്നുണ്ടെങ്കിൽ ആ കൈവശം വച്ചിരിക്കുന്ന ആളാണ്, പവർ ഓഫ് അറ്റോർണിയുടെ ഹോൾഡറാണ് അതിൻ്റെ ഡീംഡ് ഓണറായിട്ട് വരിക. അപ്പോൾ ഇത്രയാണ്. അതെന്ന് വെച്ചാൽ ആക്ച്വലി ദേ ആർ നോട്ട് ദ ഓണർ, ബട്ട് ഫോർ ഇൻകം ടാക്സ് പർപ്പസ് ദേ ആർ ട്രീറ്റഡ് ആസ് ദ ഓണർ. ഓക്കെ, ഇതാണ് ഡീംഡ് ഓണർ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ സെഷൻ, എക്സംപ്റ്റഡ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. ഇപ്പം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി എന്താണെന്ന് കണ്ടു. ലാൻഡാണ്, ബിൽഡിംഗ് ആണ്. അത് സെൽഫ് ഒക്യുപ്പൈഡ് ആയാലും മറ്റൊരാൾക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് വാടകയ്ക്ക് കൊടുത്താലും ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ചില ഹൗസ് പ്രോപ്പർട്ടികൾ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഇൻകം ടാക്സ് കൊടുക്കേ വേണ്ട. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹെഡ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. ദേ ആർ കോമൺലി നോൺ ആസ് ഫാം ഹൗസ്. നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചു, അഗ്രികൾച്ചറൽ പ്ലോട്ടിനോട് ചേർന്ന് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയാണ് ഫാം ഹൗസ്. So in that house property is completely exempted from tax. Next, one palace of an ex-ruler. മുൻപ് ഭരിച്ചിരുന്ന ആളുകൾ, രാജാവിൻ്റെയൊക്കെ 3-4 കൊട്ടാരങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു കൊട്ടാരം കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി exempted under this head. ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ എ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഓർഫനേജുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ വൺ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. അത് മിസ് പറഞ്ഞില്ലേ, ആനുവൽ വാല്യൂ ടേക്കൺ ആസ് 0. അങ്ങനെ ഒരു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ, house property held by local authority, house property held by political party, house property held by hospital, gains or development sports association, development authority, university or colleges, etc. ഇത്രയും ഹൗസ് പ്രോപ്പർട്ടീസ് ഈ ഹെഡിൽ കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. അതിൻ്റെ ആനുവൽ വാല്യൂ വിൽ ബി ടേക്കൺ ആസ് 0. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുക. ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ വൺ പാലസ് ഓഫ് ദ എക്സ് റൂളർ, ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ, ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്, വൺ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഓഫ് ദ അസസി, ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ, ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ലോക്കൽ അതോറിറ്റി, പൊളിറ്റിക്കൽ പാർട്ടി, ഹോസ്പിറ്റൽ, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, etc. So this is the end of the session. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Otherwise I think it's clear to you. Thank you very much.